സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത്രയും അഹങ്കാരം പിടിച്ച കുറേ മനുഷ്യരെ ഞാൻ എൻ്റെ ലോകത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും ഇത് കാണണം. കാരണം ഈ കടൽ ഇത്രയും ക്ഷോഭിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് തന്നെ എത്രാമത്തെ തവണയാണെന്നോ ഈ ലൈഫ് ഗാർഡുമാർ ഇങ്ങനെ ഇവരെ പുറത്തേക്ക് അവിടെ നിന്ന് മാറ്റുന്നത്. പക്ഷേ ലൈഫ് ഗാർഡ് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇവരിതേ ഇതുപോലെ ഇറങ്ങി ചെല്ലും അവരുടെ ഇഷ്ടത്തിന്. ഇവരിങ്ങനെ തേരാപ്പാര അവരുടെ പിന്നാലെ നടക്കും. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇവരോട് കാണിക്കുന്ന ക്രൂരതയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മനുഷ്യരെയൊക്കെ നല്ല ചാട്ടവാറിന് അടിച്ചെടുത്ത് എവിടെയെങ്കിലും കൊണ്ടിടണം. എന്തുവാണ് ഇവരൊക്കെ കാണിക്കുന്നതെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഇവരുടെ ജീവന് ഒരു വിലയും ഇവർ കൽപ്പിക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ ലൈഫ് ഗാർഡ് എവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ വരിക. നോക്കൂ, അവർ ഒരുപാട് സമയം, ഞാനിവിടെ വന്നിട്ട് ഒത്തിരി സമയമായി, 1 മണിക്കൂറിന് മേലായി. അപ്പോഴൊക്കെ ഇവർ വന്നിട്ട് അവരെ മാറ്റിയിട്ട് മൈക്കിൽ അനൗൺസ് ചെയ്യും. എന്നിട്ട് അവർ പോയിട്ട് അവരങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ വീണ്ടും എല്ലാ എണ്ണവും കൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കയറും. നോക്കൂ, ഇത്രയും ഇതായിട്ട് കിടക്കുന്ന സമയത്ത്, ഈ കടൽ ഇത്രയും ക്ഷോഭിച്ചിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് പോയി കാലും കൈയും കഴുകാൻ ഇവർക്കൊക്കെ എന്ത് ധൈര്യമാണെന്നുള്ളതാണ്. നോക്കൂ, ഈ കൊട്ട വെയിലത്താണ് ഇവരിങ്ങനെ അവരുടെ പിന്നാലെ നടക്കുന്നത്. നിങ്ങൾ കാണണം ഈ ഒരു കാഴ്ച. കണ്ടില്ലേ? ഇത് ഞാൻ നേരിട്ട് പകർത്തിയ കാഴ്ചയാണ്, ഞാൻ നേരിട്ട് പകർത്തിയത്. ഇത്രയും അനുസരണം ഇല്ലാത്ത കുറേ മനുഷ്യർ ഇവരുടെ ജീവന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത്. ഇവർ കിടന്നിട്ട് ഒരാളെ കടപ്പുറത്ത് കാണാതാവുമ്പോൾ അതിൻ്റെ പിന്നിൽ എത്ര റിസ്ക് എടുത്തിട്ടാണ് ദിവസങ്ങളോളമുള്ള തിരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജനങ്ങൾ വലയുന്നത്. പിന്നെ ന്യൂസുകളിലെല്ലാം കുറേ ദിവസത്തേക്ക് ചർച്ചയായിരിക്കും. ലൈഫ് ഗാർഡ് തിരഞ്ഞു പോയി, അവിടെ പോയി, ആ ബോട്ടിൽ പോയി, ഈ ബോട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ കണ്ടില്ലേ കടൽ വരുന്ന ഒരു ദേഷ്യപ്പെട്ട് കിടക്കുന്നത്. എന്നിട്ടാണ് ഇതേ തൊട്ടടുത്ത് പോയിന്ന് കാല് കഴുകുന്നത്. എന്തല്ലേ അതിൻ്റെ കൂടെ കുറേ വാഴകളായിട്ടുള്ള ആണുങ്ങളും കൂടെ ഈ പെണ്ണുങ്ങളെ ഒരിടത്ത് നിയന്ത്രിച്ചിരുത്താണ്ട്. എല്ലാവരെയും പുറത്താക്കിയിട്ട് അവർ പോവുകയാണ്. ഇപ്പോൾ അവർ പോയി കഴിയുന്നതിൻ്റെ പിന്നാലെ ബാക്കിയുള്ളവരും കൂടി വരും. ഇപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് ഗാർഡുമാർ പോയി. പക്ഷേ ഇത്തിരി കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ, ആ സ്പീഡിൽ അവിടെ നിൽക്കുന്നവർ ഓരോരുത്തരായിട്ട് അടുത്തേക്ക് ചെല്ലും.